തൂക്കി കൊല്ലണം. അപ്പൊ അവന്റെ ഏട്ടൻ ഒന്നും ചെയ്തില്ല. ആ ചേച്ചി ജയിലിൽ കയറ്റാം. പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആമ്പിളേർക്കും ബസ്സിലൊക്കെ പോകണ്ടേ. ഇവര് ക്യാമറ ഒക്കെ പിടിച്ചോണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ പേര്. ഹലോ ഗൈസ്, ഇപ്പൊ കേരളത്തിലെ ട്രെൻഡ് ഇതാണല്ലേ. ഇതുപോലൊരു ബസ്സിൽ ഒരു ജീവൻ പൊലിഞ്ഞിട്ട് കുറച്ച് നാൾ പോലും ആയിട്ടില്ല. ഇതുപോലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വെച്ചാണ് അതിന് റീസൺ ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്, അതുപോലൊരു ബസ്സിലാണ്. അപ്പോ നമ്മൾ പറയുന്നത് മറ്റൊന്നുമല്ല, ഇതിന്റെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ കാണുന്നത് ഒരു പുരുഷപക്ഷവും സ്ത്രീപക്ഷവും നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര തർക്കമാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചു പേരോട്, ഒരു ബസ് സ്റ്റാൻഡിലുള്ള ആൾക്കാരോട് നമുക്ക് ആദ്യം തന്നെ ഈ ചേട്ടന്മാരോട് ചോദിക്കാം. വേണോന്നാണ് എന്റെ താല്പര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ബസ്സിൽ സംഭവിച്ച കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒറിജിനൽ പുരുഷ കമ്മീഷൻ വേണം. എന്താ വെച്ചാൽ ആ പെങ്കൊച്ച് റൈറ്റ് സൈഡിൽ നിന്ന പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചാണ് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെന്ന് ആ പുള്ളിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കൊടുക്കണതാണ്. അത് കറക്റ്റായിട്ട് കാണുമ്പോൾ അറിയാം. പല ആൾക്കാരും പറയണത് ആ പുള്ളിയുടെ പേരിലാണ് തെറ്റെന്നാണ്. എന്താ വെച്ചാൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്താണ് ആ പുള്ളി ആ ബാഗ് പൊക്കണത്. അപ്പോൾ എന്ത് കാരണവശാലും ബ്രേക്ക് പിടിക്കുമ്പോൾ ബാഗ് ഇങ്ങനെ പൊക്കുമ്പോൾ കൈ രണ്ടും പുറയിൽ വരും. അതങ്ങനെ തട്ടണതാണ്. അല്ലാണ്ട് ആ പുള്ളിയുടെ പേരിൽ തെറ്റില്ല. എന്നാൽ എല്ലാ ആൾക്കാരും ആ പുള്ളിയാണ് കുറേ പെണ്ണുങ്ങൾ കുറ്റപ്പെടുത്തി പറഞ്ഞത്. പിന്നെ പെണ്ണുങ്ങളെല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തണമല്ല. എല്ലാ ആൾക്കാരും ഇപ്പം തന്നെ ഇവിടെ തന്നെ ബസ്സിൽ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ ഇരിക്കുന്ന സീറ്റിലാണ് ഫുൾ പെൺപിള്ളേർ ഇരിക്കുന്നത്. അവരോട് അവിടെ പോയി ഇരിക്കുന്നു പറഞ്ഞാൽ പോലെ ഇരിക്കില്ല. ഇവിടെ കാരണവന്മാർക്കുടെ സീറ്റ് ഉണ്ട്, ആ സീറ്റിലൊക്കെയാണ് ഇരിക്കണത്. പിന്നെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അത് ഒരുപാട് പേരുണ്ട്. എന്താ വെച്ചാൽ ചില ആൾക്കാർ ഈ പെൺകൊച്ചുങ്ങളുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് കയറുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറയാനുള്ള. അത് പെണ്ണുങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുമ്പോഴെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരരുത്, നേരെ ഫ്രണ്ടിലേക്ക് പോവാ. ഇത് പെൺപിള്ളേർ ഫുള്ളും ബാക്കിലേക്കാണ് വരുന്നത്. അപ്പം പിന്നെ ആൺപിള്ളേർ തട്ടും മുട്ടും. ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ഈ ഒരു കാര്യത്തിലല്ല, അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ വേണം. അത് വേണം, ശരിയാണ്. ഓക്കെ, ഈ ചേട്ടൻ പറയുന്നത് നമ്മുടെ സ്ത്രീകൾക്കുള്ളത് പോലെ ഒരു കമ്മീഷൻ, പുരുഷ കമ്മീഷൻ ഇവിടെയും വേണമെന്നാണ്. അതേപോലെ തന്നെ ഞാൻ ചോദിച്ചതിനായിട്ടുള്ള മറുപടി ചേട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ചേട്ടൻ പറയുന്നുണ്ട്, നമുക്കിതുപോലെ ഇത്തരത്തിലുള്ള എന്താ പറയുക, നമ്മൾ വേണമെങ്കിൽ ഞരമ്പ് രോഗികൾ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആൻസർ ആ ചേട്ടൻ ആലോചിച്ച് പറഞ്ഞത്. അപ്പം നമുക്കിനി അടുത്ത പിള്ളേരോട് നമുക്ക് ചോദിക്കാം. അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, നമുക്ക് അവരോട് പോയി ചോദിക്കാം. ചേട്ടന്മാരെ ഒരു ചോദ്യം ചെയ്യട്ടെ. ഇപ്പൊ ആവശ്യമുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അതായത് നമുക്കറിയാം, ഇപ്പം ഷിംജിതയുടെ കേസും അല്ലെങ്കിൽ ദീപകിന്റെ കേസും ഒക്കെ ആയിട്ട് പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം ഇപ്പൊ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് പറയുന്നത്? പുരുഷ കമ്മീഷൻ വേണം? നമുക്കും അവകാശങ്ങളുണ്ടല്ലോ, നമുക്കും വേണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ ഒരു അവകാശമായിരിക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ നിയമം അത് വേണ്ട. നമുക്കും എന്തെങ്കിലുമൊക്കെ പടങ്ങൾ പറ്റും ആരെങ്കിലൊക്കെ വേണ്ടേ? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കൂല. ഇങ്ങനത്തെ സ്വഭാവം കാണിച്ചുകൊണ്ട് വണ്ടിയിലൊക്കെ കയറി എന്തെങ്കിലും ഇതാക്കി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കൂല. എന്തെങ്കിലും ഒരു അപകടം പറ്റി നിൽക്കുകയാണെങ്കിൽ എല്ലാവരും മടിക്കും, ഒന്ന് നോക്കാൻ വേണ്ടി മടിക്കും. സ്ത്രീകളെ പൊതുവെ. പിന്നെ അതുപോലെ തന്നെ ബസ്സിൽ കയറിയ പിള്ളേരാണെങ്കിലും ഓരോ സീറ്റുമ്പോൾ പോയി നിരന്നിരിക്കും. വേറെ ആണുങ്ങൾക്ക് വന്ന് അവിടെ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പം ഞങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വന്ന് ഓരോരുത്തരും ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോയി ഇരുന്നോളാൻ പറയും. ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടും. മൈൻഡ് ചെയ്യാറില്ല, ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണല്ലോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ വരുള്ളൂ. ചേട്ടാ, പക്ഷെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഈ ഒരു കേസിൽ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു കേസാണ്. അതായത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പിന്നെ അതിന് പിന്നീട് ആത്മഹത്യ ചെയ്യുന്നു. അതായത് അദ്ദേഹം ഒരു നിഷ്കളങ്കൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. സഹിക്കാൻ പറ്റില്ല. സ്വാഭാവികം എല്ലാവർക്കും ഒരേ അവസ്ഥയായിരിക്കില്ല. സ്വാഭാവികമായിട്ടും മനസ്സിൽ ഇത് ചിന്തയായിരിക്കും. പൊതുസമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ള ചിന്തയിൽ സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിൽ സംഭവിച്ചു. എനിക്കാണെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോൾ ഇങ്ങനെ ചിന്തയായിരിക്കും. ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു. ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പുരുഷ കമ്മീഷൻ എന്തായാലും വേണം. പുരുഷ കമ്മീഷൻ വരണം. ആ ചേച്ചി ജയിലിൽ കയറ്റാം. ജയിലാണോ? തൂക്കി കൊല്ലണം. അപ്പൊ അവന്റെ ഏട്ടൻ ഒന്നും ചെയ്തില്ല. അവളെയും കൊല്ലണം, തൂക്കി കൊല്ലണം. ചേച്ചി തെറ്റാണ്. അങ്ങോട്ട് മേടിച്ചു കൊടുക്കണം അല്ലേ? ശിക്ഷ നടപ്പിലാക്കണം. ആർക്കാണ് അതിന് മെയിൻ ആവേണ്ടത്? പുരുഷ കമ്മീഷന്റെ മെയിൻ രാഹുൽ ഈശ്വറിന്റെ സമാധാനമായിട്ടുണ്ടാവും. കാരണം പേരെന്താ? എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആമ്പിളേർക്കും ബസ്സിലൊക്കെ പോകണ്ടേ. ഇവര് ക്യാമറ ഒക്കെ പിടിച്ചോണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ പേര്. കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ ഈ റീച്ചൊക്കെ ആഗ്രഹിക്കണവർ. അവർക്ക് എന്ത് കിട്ടും? ഒരാളെ ജീവനല്ലേ ഇപ്പൊ പോയി അനുഭവിക്കട്ടെ. ഇപ്പൊ ജയിലിക്കണം. ഇൻഫ്ലുവൻസസ് ഒക്കെ തരംതാണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ആ പൈസക്ക് വേണ്ടിട്ട് ഇപ്പൊ ഓരോരുത്തർ റീച്ച് കിട്ടാണെന്ന് പറഞ്ഞ ഇപ്പൊ മര്യാദ പോലും ജീവിക്കാൻ പറ്റുന്നില്ല.
എന്ത് അപ്പൊ അതുകൊണ്ട് പുരുഷന്മാരുടെ ഒരു കമ്മീഷൻ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ അതിൽ വരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി വന്നു. ഓക്കെ. പിന്നെ ഇപ്പൊ കോടതി ചെന്നാലും ഇപ്പൊ പെണ്ണുങ്ങളുടെ വാക്കിനെ വിലയേ ഉള്ളൂ. അതിന് എന്ത് ചെയ്യാനാണ് പേര്, നമ്മളെ നിയമമൊക്കെ അങ്ങനെ പോയിട്ട് എല്ലാ പെണ്ണിന്റെ ഒരു വാക്ക് മതി ഒരാണിന്റെ ജീവിതം തന്നെ നശിച്ചു പോകാനായിട്ട്. അല്ല പക്ഷെ എന്നാലും ഞാൻ ചോദിക്കട്ടെ, അതായത് ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്, ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. അദ്ദേഹം ഒരു നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യനാണ്, ദീപക് താങ്ങാമത്തത് ആത്മഹത്യ ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആൺകുട്ടികളോ ആൺപിള്ളേരോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പുരുഷന്മാരോ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചില നരമ്പന്മാരൊക്കെ ഉണ്ട്, അവന്മാരൊക്കെ അതിന് വേണ്ടിട്ട് നമുക്ക് എന്താ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. ഇതേപോലത്തെ സംഭവം ഉണ്ടാകുമ്പോൾ അതിന് നല്ല രീതിക്ക് ഇപ്പൊ പോലീസുകാരും നാട്ടുകാരും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോലീസുകാരിൽ നിന്നോ അല്ലെങ്കിൽ നിയമങ്ങളിൽ നിന്നോ ഒരു ശക്തമായിട്ടുള്ള ഒരു എന്താ പറയാ തിരിച്ച് അവർക്കൊരു ഇത് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് നീതി നടപ്പിലാക്കുന്നില്ല. അങ്ങനെയുണ്ട്. ഈ കുട്ടികളെ എസ്തെറ്റിക് ആണ്. എടാ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ പുരുഷന്മാർക്കെതിരെ. അപ്പൊ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് എന്താണ് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ നിനക്ക് പറയാനുള്ളത്? എല്ലാവർക്കും ഉണ്ട്, പുരുഷനുണ്ട് സ്ത്രീക്കുണ്ട്, എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട്. തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തുല്യമായിട്ടുള്ള രീതി നടപ്പിലാക്കണം. അല്ലാണ്ട് പുരുഷന് മാത്രം കമ്മീഷൻ അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ വേണ്ട. അങ്ങനെ തന്നെയാണ് നിനക്ക് പറയാനുള്ളത്. നിങ്ങൾ എത്ര പഠിക്കണേ? വെറുതെ ലോഷൻ ഇവരൊക്കെ ഉണ്ട്. അതായത് എല്ലാവരും പുരുഷ കമ്മീഷൻ വേണം, അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും. നിങ്ങൾ തുല്യമായിട്ടുള്ള ഒരു നീതി വേണം എന്ന് പറയുന്നത്. ബ്രില്യന്റ്. നല്ല ആൻസർ. തൊട്ടേനും പിടിച്ചതിനൊക്കെ കേസല്ലേ? എന്ത് കേസ്? എന്ത് കേസ് എന്ന് പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ആവുന്നൊക്കെയല്ലേ, നല്ല കാര്യല്ലേ? അത്രേ ഉള്ളൂ. എല്ലാം ചേച്ചി മാത്രമേ ഉള്ളൂ. ചേഞ്ച് ചെയ്യണം എല്ലാം. നിനക്ക് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. എന്താ പുരുഷന്മാരുടെ ഒരു കമ്മീഷൻ വരണം എന്നുള്ളത്? പക്ഷെ എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ അല്ല, അത് വേറെ കാര്യം. അതായത് ഞരമ്പ് രോഗികൾ ഉണ്ട് എന്ന് തോന്നുന്നില്ലേ കേരളത്തിൽ? നല്ല രീതിക്കുണ്ട്. ഉണ്ട്. കമ്മീഷൻ വേണം. എന്തുകൊണ്ടാ? ഇഷ്ടംപോലെ പിള്ളേര് എനിക്ക് 2 ആൺപിള്ളേരാ. കാരണം പെൺപിള്ളേർക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആൺപിള്ളേരാണ്. പിന്നെ ഈ മയക്കുമരുന്നും ഭണ്ഡാറൊക്കെ അടിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും പ്രശ്നമുള്ളതല്ല. സാധാരണ ആണുങ്ങളും കഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലായില്ലേ? പുരുഷ കമ്മീഷൻ നല്ലതാ, രണ്ടുപേർക്ക് വേണം. അതല്ല സ്ത്രീകളും ബാധിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പുരുഷന്മാർക്കും കിട്ടിക്കോട്ടെ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരല്ലേ. നമ്മള് ഒരാൾ പോലും ആകാൻ പാടില്ല എന്നല്ലേ പറയണത്. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ കണ്ടില്ലേ ഗൈസ്? ഇവർക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നമ്മൾ ചോദിച്ചത് കേരളത്തിൽ റീസെന്റ് ആയിട്ടുള്ള സംഭവങ്ങളെ ആസ്പദമാക്കി പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ എന്ന് ചോദിച്ചു. പക്ഷേ ഒരുപാട് പേര് പറയുന്നത് പുരുഷ കമ്മീഷൻ വേണമെന്നാണ്. പക്ഷേ മറ്റു ചിലർക്ക് പറയാനുള്ളത് ഈക്വലി റൈറ്റ്സ്, അതാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത് പുരുഷ കമ്മീഷൻ ഏറ്റവും പെട്ടെന്ന് വേണമെന്നും അതേപോലെ ഇപ്പം നമ്മുടെ ഷിംജിത കേസുമായി ബന്ധപ്പെട്ട് ഷിംജിതയെ തൂക്കിലേറ്റണം എന്നൊക്കെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുട്ടികളായതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും പലരുടെയും ആവശ്യം ഇനി കേരളത്തിൽ പുരുഷ കമ്മീഷൻ പുരുഷന്മാർക്ക് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് വേണമെന്ന് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ പറയുക. പക്ഷെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. പുരുഷന്മാർ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യം നിങ്ങൾ എന്താണ് ഉയർത്താത്തത്? യെസ്, ഇവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പുരുഷന്മാർക്ക് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുമ്പോൾ അത് സ്ത്രീകളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആരോപണങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വരുന്ന അത്തരത്തിലുള്ള അതിക്രമങ്ങളും അല്ലെങ്കിൽ ഹരാസ്മെന്റും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കണം. അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു യുദ്ധമല്ല നമുക്ക് ആവശ്യം. ന്യായമായിട്ടുള്ള ഈക്വൽ റൈറ്റ്സ് ആണ് ഇവിടെ ആവശ്യം. ചെറിയ കുട്ടികൾ വരെ പറഞ്ഞു ഈക്വൽ റൈറ്റ്സ് ആണ് ചേച്ചി ഇവിടെ വേണ്ട എന്നുള്ളത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ അവകാശങ്ങൾ അത് ഇവിടെ നടപ്പിലാക്കണം എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ. സ്പോട്ട്ലൈറ്റ് സ്റ്റുഡിയോന് വേണ്ടി എൻജൽ റിൻഷ.